യോഗ എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം കിട്ടുന്ന ഒരു സംഭവം. അപ്പം ഞാൻ ഇവിടെ ഇപ്പം പറയാൻ പോകുന്നത് ഇത് യോഗയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, യോഗ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ലൂസിങ് എക്സസൈസാണ്. ശരീരത്തിൻ്റെ ഓരോരോ സന്ധി ബന്ധങ്ങളിൽ നമ്മൾ അതിനൊരു സ്റ്റിമുലേഷൻ കൊടുക്കുന്നു. യോഗ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന ലൂസിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ കുറേ അധികം ഉണ്ട്. പക്ഷെ അതിലൊന്നും കുറച്ച് അടർത്തി എടുത്തിട്ട് താൽക്കാലികമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ശരീരത്തിൻ്റെ എല്ലാ സന്ധി ബന്ധങ്ങൾക്കും ആദ്യം ഒരയവ് അല്ലെങ്കിൽ ഒരു ഇത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ യോഗയിലേക്കൊക്കെ പ്രവേശിക്കുക. അതിന് വേണ്ടി ചെയ്യുന്ന ഒരു ലൂസിങ് എക്സസൈസ് മാത്രമാണ്. അതായത് ഇത് ബിഗിനേഴ്സിന് മാത്രമായിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒരു കിടപ്പ് രോഗിക്ക് വരെ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും രോഗാവസ്ഥയിലായിട്ട് രാത്രി ഫുൾ ടൈം ബെഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്ക് ചെയ്യാം. പ്രായമായവരുണ്ടാവും, അവർക്ക് ചെയ്യാം. ഈ യോഗയെ പറ്റി തന്നെ പറയുന്ന പതഞ്ജലി യോഗയെ പറ്റി പറയുന്ന ഏറ്റവും വലിയ ആധികാരികമായ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് പതഞ്ജലി യോഗസൂത്രമാണ്. പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നത് രോഗിക്കും വൃദ്ധനും പിന്നെ അങ്ങനെയുള്ള ഏതവസ്ഥയിലും യോഗ ചെയ്യാമെന്നാണ് പറയുന്നത്. തയ്യാറെടുപ്പ് നടത്തിയിട്ടൊന്നുമില്ല. ഞാൻ വെറുതെ എൻ്റെ വീട്ടിൽ 1-2 പേരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതാണിത്. അപ്പോൾ അത് ഈ ഒരു അർത്ഥത്തിൽ കണ്ടാൽ മതി. ഒരു തയ്യാറെടുപ്പൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് യോഗേൻ്റെ എന്തെങ്കിലും ഒരു ലൂസിങ് എക്സസൈസ് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യപ്പെട്ട പ്രകാരം പെട്ടെന്ന് മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതിൽ ചെറിയ അപാകതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പല രീതിയിലുണ്ട് യോഗയെ പറ്റി പല അഭിപ്രായ വ്യത്യാസം, പല കാര്യങ്ങളുണ്ടാവും. എന്നാലും 10-20 വർഷത്തെ യോഗയായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ആണ് എനിക്കിത് ആധികാരികമായിട്ട് ഞാനിത് കൂടി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കൂടാണ്ട് ഞാനൊരു യോഗ തെറാപ്പിസ്റ്റ് കൂടിയാണ്. സീനിയർ യോഗ തെറാപ്പിസ്റ്റാണ്. അപ്പോൾ ലെവൽ 2 എന്ന് പറയുന്നൊരു എക്സാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യോഗ തെറാപ്പിസ്റ്റിൻ്റെ ലെവൽ 2 എക്സാം കഴിഞ്ഞ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയ ആളാണ്. പിന്നെ അതിന് മുമ്പായിട്ട് തന്നെ യോഗയോട് ഒരാളെ താല്പര്യമുണ്ട്. ബെഡിൽ തന്നെ റെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ലൂസിങ് എക്സസൈസ്. പക്ഷേ ഇത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ റിസൾട്ടായി. ഒരു 10 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ലൂസ് ചെയ്യുക എന്നുള്ള യോഗ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള യോഗയല്ല ഇത്. യോഗ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന ലൂസിങ് എക്സസൈസ് എല്ലാം കൂടിയിട്ട് ഞാനൊരു രീതിയിലാക്കിയിട്ട് ലൂസിങ് എക്സസൈസ് ഇതിലേക്കിടക്ക് ധാരാളം ഉണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൻ്റെ ഓർമ്മയിൽ ഞാൻ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് തരുന്നു. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഇത് തുടങ്ങുന്നത് നമ്മളെ ഈ വിരലുകളാണ്. ഈ വിരലുകൾ ആണ് നമ്മളെ ഫസ്റ്റിലത്തെ ഒരു സന്തായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്. എഴുതുന്ന ഒന്ന് തുടങ്ങണമല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ തുടങ്ങുന്നത് നമ്മളെ കാലാണ്. നമ്മളെ കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെയിനായിട്ടുള്ള ഒരു അവയവമാണ് ശരീരത്തിൻ്റെ കംപ്ലീറ്റ് നെർവിൻ്റെ എൻഡുകൾ ഇത് ചെയ്യുന്നത് നമ്മളെ കാലിൻ്റെ അടിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാലിൻ്റെ അടി നിങ്ങൾ കുറച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും കാലിൻ്റെ അടി എങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ശരീരത്തിന് മാറ്റങ്ങൾ വരും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കംപ്ലീറ്റ് ഇതിൻ്റെ എൻഡിങ് ചെയ്യുന്നത് ഇവിടെയാണ്. കാലിൻ്റെ അടിക്ക് അതിന് പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് അക്യുപഞ്ചർ ഇങ്ങനെയുള്ള ചികിത്സാ രീതികളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാലിൻ്റെ അടിയിൽ ഓരോരോ സൂചി കിട്ടിയിട്ടുള്ള പഞ്ചറുണ്ട്, പ്രഷറുണ്ട്. പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മളെ വിരൽ കൊണ്ടും വേറെ ചില ഉപകരണങ്ങൾ കൊണ്ടെല്ലാം ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രത്യേക സ്പോട്ടുകളിൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതാത് അവയവങ്ങളായിട്ട് ബന്ധപ്പെടുന്ന ഞരമ്പുകൾക്ക് ഇതുണ്ടാവും. സ്റ്റിമുലേഷൻ വന്നിട്ട് അതാത് പല കാര്യങ്ങളും നമ്മളെ ശരീരത്തിൽ സംഭവിക്കും. ഇത് നിങ്ങൾ ദിവസം 10 ദിവസങ്ങൾ ചെയ്ത് നോക്കിയാൽ സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ്. ഇത് തന്നെ ആദ്യം ഇതിങ്ങനെ 1 2 3 ഇതിങ്ങനെ 2 3 4 5 6 7 8 9 10 ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് 20 30 40 ഒക്കെ അങ്ങ് ചെയ്യാം. നമ്മളെ സൗകര്യം പോലെ അങ്ങ് ചെയ്യാം. ഇത്രയുള്ള എക്സസൈസേ ഉള്ളൂ. അത് ഫസ്റ്റിലത്തെ അതാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മളെ കൈക്കുണ്ട്, കാലിനുണ്ട്. അപ്പോൾ ഇവിടെയാണ് കാൽക്കുഴ എന്നൊക്കെ പറയും, കുഴ എന്നൊക്കെയാണ് പറയാം. പിന്നെ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യും. നമ്മളെ അപ്പം വിരലുണ്ടല്ലോ, പെരുവിരൽ കൊണ്ട്
ഒരു വൃത്തം വരക്കുന്ന മാതിരി ചെയ്യാം. വൃത്തം വരക്കുന്ന മാതിരി ആദ്യം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസിൽ ആദ്യം ചെയ്യും. ഇത് ക്ലോക്ക് വൈസ് ആയാലും പ്രശ്നമൊന്നുമില്ല. അത് 10-20 പ്രാവശ്യം ഇതേപോലെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ക്ലോക്ക് വൈസ് അത് 20 പ്രാവശ്യം ചെയ്ത് ഇപ്പം ഞാൻ തൽക്കാലികമായിട്ട് കാണിച്ചിരുന്നത് മാത്രമാണ്. ഇതൊരു ഡെമോ മാത്രമാണ്. അപ്പോൾ ഞാനിപ്പോൾ 5-10 പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. 5-6 പ്രാവശ്യം ഡെമോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 20 പ്രാവശ്യം ചെയ്യാം. നിങ്ങൾ ബെഡിലിരിക്കുമ്പോഴും രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും ഒക്കെ ചെയ്യരുത്. ഒരു രോഗാവസ്ഥയിൽ നമ്മൾ വിശ്രമിക്കുന്ന സമയത്ത് പോലും ഇതൊക്കെ ചെയ്യാമല്ലോ. ആർക്കും വലിയ വിഷമമൊന്നുമില്ലല്ലോ. വിഷമമൊന്നുമില്ലാത്തൊരു എക്സസൈസാണ്. ഇത്രയേ ചെയ്യേണ്ടത്. ഇത് ക്ലോക്ക് വൈസിൽ 20ഉം ആൻറ്റി ക്ലോക്ക് വൈസിൽ 20 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 20 തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് 10 ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മതിയെങ്കിൽ 10 മതി. 10 ചെയ്താൽ 10ൻ്റെ ഗുണം കിട്ടും. 20 ചെയ്താൽ 20ൻ്റെ ഗുണം കിട്ടും. അത്രയേ ഉള്ളൂ അതിലുള്ള കാര്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൽമുട്ടുകളാണ്. ഈ കാൽമുട്ടുകൾ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് 1 2 3 പിടിക്കാൻ പറ്റുമോ? പിടിക്കുമോ? ആകുന്നിടത്തോളം ചെയ്യാം. വലിയ സ്ട്രെയിൻ എടുത്തിട്ടൊന്നും ചെയ്യണ്ട. 3 4 5 ഇത് നിങ്ങൾക്ക് 20 പ്രാവശ്യം ചെയ്യാമെന്നാ പറയുക. അത് നിങ്ങൾക്ക് 10 മതിയെങ്കിൽ 10 ചെയ്യുക, 5 മതിയെങ്കിൽ 5 ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങളെല്ലാം ചെയ്യുന്ന ഏകദേശം ഒരു നമ്പർ ആയിരിക്കണം. കാരണം എന്താ വെച്ചാൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും നമ്മൾ കൊടുക്കുന്ന ഇത് തുല്യമായിരിക്കണം. അതുകൊണ്ടാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുള്ള സന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഊരയാണ്. ഈ ഹിപ്പ് ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഹിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കൈ ഇങ്ങനെ ഇവിടെ വെക്കുക. കൈ ഇങ്ങനെ ഇവിടെ വെക്കുക. എന്നിട്ട് ഈ ഹിപ്പ് മാത്രമായിട്ട് റൊട്ടേഷൻ ചെയ്യാം. ഹിപ്പ് കൊണ്ട് ഒരു വട്ടം വരക്കുക. ഇത് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഒരു 20 മാത്രമാണ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളെ മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ ചെയ്യാൻ പറ്റും. അവിടെ ചെയ്യാം. അത് ചെയ്യാം. അത് 20 ക്ലോക്ക് വൈസ്, 20 ആൻറ്റി ക്ലോക്ക് വൈസ്. അത് നിങ്ങൾക്ക് 5 എണ്ണം ചെയ്യാം, 10 എണ്ണം ചെയ്യാം, 15 എണ്ണം ചെയ്യാം, 20 എണ്ണം ചെയ്യാം. അത് നിങ്ങൾ എത്ര ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളെ സമയം പോലെയും നിങ്ങളെ ഇഷ്ടം പോലെയും സൗകര്യം പോലെയും ഒക്കെ ഇല്ല. അത് അത്രയും അത് എല്ലാത്തിനും ഞാൻ അങ്ങനെയാ പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വളരെ വളരെ ഈ യോഗ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് 20 എണ്ണം ചെയ്യണം, 5 എണ്ണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇരുന്ന് വിട്ടുപോകും. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ എന്ന് പറയുന്നത് ഒരു നമ്മളെ ഒരു ഡെയിലി റൊട്ടീൻ ഇതെന്താ പറയാ ചര്യയാക്കിയിട്ട് നമ്മൾ മാറ്റണം. നമ്മൾ ദിവസം കുളിക്കുമ്പോഴും, നമ്മൾ ദിവസം പല്ല് കേൾക്കുമ്പോഴും, നമ്മൾ ദിവസം ബാക്കിയുള്ള കക്കൂസ് പോകുന്നതായിട്ടും ഒക്കെ ഉള്ള ഒരു പരിപാടി മാത്രമാണ് യോഗ. അത് ജീവിതത്തിൻ്റെ ഒരു ഘടകമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടിൻ്റെ പേരിൽ നമ്മൾ വല്ലാണ്ട് സ്ട്രെയിൻ എടുത്തിട്ടും വല്ലാണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ഓരോരുത്തരും ഇന്ന് വിട്ടുപോകും. അപ്പോൾ ഇതൊരു ആഘോഷമാക്കി ചെയ്യണം. അപ്പോഴാണ് ഇത് നമുക്ക് ഡെയിലി ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒന്നിലും നിർബന്ധം പിടിക്കാത്തത്. പിന്നെ ഇത് ലൂസിങ് എക്സസൈസാണ്. ഇതിനങ്ങനെ കംപ്ലീറ്റ് ഇത്ര എണ്ണമാണോ ഇത്ര എണ്ണമാണെന്നൊന്നും നിർബന്ധമില്ല. ആദ്യം ഒരു 5 പ്രാവശ്യം ക്ലോക്ക് വൈസ് ചെയ്യുക, പിന്നെ ഒരു 5 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക, പിന്നെ ഒരു 5 പ്രാവശ്യം ക്ലോക്ക് വൈസ് ചെയ്യുക. പക്ഷെ നിങ്ങൾ എത്ര ക്ലോക്ക് വൈസ് ചെയ്തോ അത്രയും ആൻറ്റി ക്ലോക്ക് വൈസും കൂടി ചെയ്യണം. അത് നിർബന്ധം. അതെന്താ വെച്ചാൽ നമ്മുടെ ശരീരം ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങനെയും ചെയ്യണം. എപ്പോൾ ആക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് നമ്മൾ എപ്പോൾ ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുള്ളത് നമ്മളെ ഷോൾഡറാണ്. ഇവിടെയാണ് നമ്മളിത് വരുന്നത്. പിന്നെയുള്ള നമ്മളെ ഈ സന്ധി ബന്ധങ്ങളാണ് നമ്മൾ ആദ്യം നോക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് ക്ലോക്ക് വൈസിൽ ചെയ്യാം. ആദ്യം ക്ലോക്ക് വൈസിൽ 10 പ്രാവശ്യം. അത് എൻ്റെ കൈക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ കൈയൊന്നും വിചാരിച്ചാൽ പൊന്തിക്കാനായിട്ട് കാണുന്നില്ല. അപ്പോൾ ക്ലോക്ക് വൈസിൽ ഇതിങ്ങനെ ചെയ്യാം. 10-20 പ്രാവശ്യം വരെ ചെയ്യാം. ആൻറ്റി ക്ലോക്ക് വൈസിൽ അത്രയും പ്രാവശ്യം ചെയ്യാം. നിങ്ങൾ 5, 10, 15, 20 എത്രയാണ് വേണ്ടത് ചെയ്യാം. ക്ലോക്ക് വൈസ് ചെയ്യുന്ന അത്രയും ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്യാം. ഷോൾഡർ റൊട്ടേഷൻ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ കൈയിൻ്റെ ഇവിടെയാണ് കൈയിൻ്റെ ഈ സന്ധി. അതാണ് നമ്മൾ അതിങ്ങനെ ചെയ്യുന്നത്. 1 2 3 4 5 6
520 ആണ് ചെയ്യുക. പിന്നെ നമുക്കുള്ള ഇതാണ്, ഇവിടെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ റിസ്റ്റ്, നമ്മളെ കൈ കുഴ എന്തൊക്കെ പറയുക, ഈ സംഗതി ഇവിടെ ഇവിടെ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇത് ശ്വാസം വേണമെങ്കിൽ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വരുത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് പോകും. ഇത് ഇങ്ങനെ 20 പ്രാവശ്യം ചെയ്യാം. ഇത് മേലോട്ടും താഴോട്ടും ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഈ അപ്പം വിരൽ ഈ വിരലിൻ്റെ അടിയിലാക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇതിങ്ങനെ ആദ്യം ക്ലോക്ക് വൈസിൽ ഒരു 20 പ്രാവശ്യം ചെയ്യാം. പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 20 പ്രാവശ്യം ചെയ്യാം. പിന്നെ നമുക്ക് നമ്മളെ വിരലുകൾക്ക് പിടിയൊക്കെയാണ് നമ്മളെ ഈ ഇത് കിടക്കുന്ന സന്തുകൾ. അതിനാണ് അതിന് 1 2 3 4 5 6 7 8 9 10. ഇതൊക്കെ നമ്മൾ വയ്ക്കും ചെറിയ എക്സസൈസാണ്. ഇതൊക്കെ കൊണ്ട് നമ്മളെ ശരീരത്തിൽ നമ്മളെ ആന്തരിക അവയവങ്ങളിലൊക്കെ സംഭവിക്കുന്ന മാറ്റങ്ങൾ വിവരണാതീതമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു സിമ്പിളല്ലേ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ. ഇത് രാത്രി ഇത് മാത്രം 20 എണ്ണം ചെയ്തിട്ട് നിങ്ങൾ രാത്രി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. അത്രയും ഈ ഇതും നമ്മളെ ഒരു കാലിൻ്റെ അടി വർണ്ണമായിട്ട് തന്നെ നമ്മളെ കൈയിൻ്റെ അടിയും വളരെ ആയിട്ട് നെർവുകളുടെ ഒരു എൻഡിങ് വരുന്ന ഒരു സ്ഥലമാണ് കൈയും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ വ്യത്യാസം ഉണ്ടാവും ശരീരത്തിന്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പകുതിയുണ്ട്. ഇങ്ങനെ ഇത് ഒരു 20 എണ്ണം ചെയ്യും. പിന്നെ നമുക്കിതൊക്കെ കഴിഞ്ഞല്ലോ, ഇവിടുത്തും കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പം ഇവിടുത്തെ കഴിഞ്ഞില്ലേ, ഇത് കാണിച്ചല്ലേ ഏത് ഇതിങ്ങനെ റൊട്ടേഷൻ ഇങ്ങനെയും അല്ല, അതിങ്ങനെ ആദ്യം ഇങ്ങനെ ക്ലോക്ക് വൈസിൽ 20 എണ്ണം അല്ലെ 10 എണ്ണം, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് എത്ര ചെയ്താലും അത്രയും ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഒരു ചിട്ടയിൽ പറയുന്നുള്ളൂ. കൈയൊക്കെ ഇങ്ങനെ നേർത്ത് വെച്ചിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത്. കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്തെങ്കിലും ആക്കി വിടുക, ഇങ്ങനെ വളരെ സ്ലോലി ഇങ്ങനെ ക്ലോക്ക് വൈസിലും 2 3 4 5 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 2 3 4 5 ഇത്രയാണ്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ ഷോൾഡർ റൊട്ടേഷനാണ് ഇനി വരുന്നത്. ഷോൾഡർ റൊട്ടേഷൻ ചെയ്തിനാണ് ഇത് ചെയ്തല്ലേ. പിന്നെ വരുന്നത് നമുക്ക് ഇതാണ് കഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ്. കഴുത്തിന് വെച്ചാൽ നമ്മളെ ബ്രെയിനിലേക്ക് നമ്മളെ തലയിലേക്കുള്ള രക്തക്കുഴലുകളും കാര്യങ്ങളെല്ലാം ഇതിൽ കൂടി ഇങ്ങനെ പോകുന്ന ഇത്രയും സ്ഥലങ്ങൾ, ആകെ ഇത്രയുള്ള സ്ഥലമാണ്. ഈ കഴുത്ത് എത്രയും സ്ട്രോങ് ആവണം. കഴുത്ത് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അത്രത്തോളം നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുക. കഴുത്ത് നല്ല തടിയും കഴുത്തിന് നല്ല ആരോഗ്യവും വേണം. അപ്പോൾ കഴുത്തിന് 2-3 എക്സസൈസ് ഉണ്ട്. അതിലൊന്ന് കഴുത്തിങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക, ഒന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തിരിക്കുക, കഴുത്ത് മാത്രമായിട്ട് തിരിക്കണം, പിന്നെ സ്ട്രൈറ്റ്, പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് 1 2 3 1 2 3 ഇങ്ങനെ ഇത് കുറച്ച് നേരം ഇങ്ങനെ ചെയ്യുക. ഇല്ല ഇതിങ്ങനെ ഇവിടം വരെയാൻ വരുന്നുണ്ട്. കണ്ണൊക്കെ തുറന്ന് വെച്ചിട്ട് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 20 എണ്ണം 20 എണ്ണം ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നെക്ക് റൊട്ടേഷൻ ഉണ്ട്. നെക്ക് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ തുറന്നിരുന്നിട്ട് ഇങ്ങനെ 1 പിന്നെ നേരെ തിരിച്ചിട്ട് 1 1 2 1 2 1 2 1 2
അത് 5 10 അങ്ങനെ ആയത്. പിന്നെ നമുക്ക് ഫുൾ റൊട്ടേഷൻ ഉണ്ട്. ഇങ്ങനെ 5 ചെയ്യുന്നതാണെങ്കിൽ ഒരുമിച്ചിട്ട് 5 ചെയ്യാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റേ വേണ്ടു. ഇത് നിങ്ങൾ സ്പീഡ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റേ വേണ്ടു. ഇത് നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ശരീരത്തിന് ഭയങ്കര രാത്രി ഉറക്കൊന്നും വരുന്നില്ലെങ്കിൽ ഇത് ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി.